നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫാം വിസിറ്റ് ചെയ്യുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ ഫാമിൽ നിന്ന് നമുക്ക് കുറേ പച്ചക്കറികളും കിട്ടിയിട്ടുണ്ടായി. അതിൽ പലതരത്തിലുള്ള വഴുതനങ്ങ, തക്കാളി, മുളക് ഒക്കെ കിട്ടിയിട്ടുണ്ടായി. പിന്നെ നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് റാഡിഷ് ആണ്, അതായത് മുള്ളങ്കി. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത് അത്ര പരിചിതമല്ല, പക്ഷെ കേരളം വിട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരിതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 ടൈപ്പ് കറികൾ ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഊണിനൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കറികൾ. അപ്പം അത് നമുക്ക് വേഗം ഉണ്ടാക്കാം. ഇപ്പം ഞാനിപ്പോൾ 4 ടൈപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം 4 തരത്തിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ മാറ്റിക്കളയാണ്. തോലൊക്കെ മാറ്റി നമ്മളിതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിക്കുള്ള കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാന്ന് നമുക്ക് സർക്കിളായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുകൊണ്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം. ആ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പച്ചടിക്കുള്ളത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒരു ഉപ്പേരിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ക്യാരറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ക്യാരറ്റിനേക്കാളും കുറച്ചും കൂടെ ഹാർഡാണ്. പിന്നെ ക്യാരറ്റിന് ചെറിയ മധുരം ഉണ്ടെങ്കിൽ ഇതിന് മധുരമൊന്നുമില്ല. ഇത് നമ്മൾ വേവിക്കാതെ കഴിക്കുമ്പോൾ ഒരു ചെറിയ ചവർപ്പും പിന്നെ ഒരു സ്മെല്ലും ഉണ്ട്. പക്ഷെ നമുക്കിങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഫീൽ ചെയ്യില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയിടുന്നുണ്ട്. കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുള്ളങ്കിയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് ചെറിയുള്ളി ഒരു 3-4 എണ്ണം ഇടുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നടുകീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഈ പരിപ്പ് കറിയിലേക്ക് ഒരു 1/2 മുറി തക്കാളി ചേർക്കുന്നുണ്ട്. ഈ തക്കാളി നമ്മൾ ഫാമിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, നല്ല മുഴുത്ത തക്കാളി. ഈ തക്കാളി പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനി അടുപ്പത്ത് വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഒഴിച്ചുകറി ഓൾറെഡി വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മുള്ളങ്കീനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊന്ന് ആവി കയറുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. വളരെ കുറച്ച് വേവേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുകീറിയിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ആ ആവിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിനെ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ 2 കറിയിലേക്ക് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് കറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2-3 ചെറുള്ളി, ഒരു നുള്ള് നല്ല ജീരകം. കുറച്ചിട്ടാൽ മതി കേട്ടോ. കൂടുമ്പോൾ ജീരകത്തിൻ്റെ കുത്ത് എടുക്കും നമുക്ക് കൂടുതലും. അപ്പോൾ ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൂടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്ക് പച്ചടിക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം. പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിന് വെള്ളത്തിന് പകരം ഞാൻ തൈര് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇവിടെയുള്ള തൈര് അധികം പുളിയില്ലാത്തതാണ്. അപ്പം ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. 2.5 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പം നമ്മുടെ 2 അരപ്പൂടെ തയ്യാറായിട്ടുണ്ട്. പച്ചടിക്കുള്ള അരപ്പും പിന്നെ പരിപ്പ് കറിക്കുള്ള അരപ്പും. അപ്പോൾ ഇനി നമുക്ക് അതെന്തായി നോക്കാം. ഇപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ മുള്ളങ്കി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി. ഈ അരപ്പ് ഈ കഷ്ണങ്ങളുടെ ഉള്ളിലൊക്കെ ഒന്ന് കിടന്നിട്ട് ഒന്ന് ചൂടായി എടുത്താൽ മതി കേട്ടോ. നമുക്ക് തിളപ്പിക്കണ്ട. അപ്പോൾ ഇതിവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കിടക്കട്ടെ. അടുത്തത് അപ്പുറത്ത് നമ്മൾ എന്തായി നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓക്കെ, ഇനി അപ്പുറത്ത് എന്തായി നോക്കാം. നമ്മുടെ പരിപ്പ് കറി ഞാൻ 2 വിസിൽ വന്നപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ചാറിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ പാകാണോ നോക്കും. അപ്പോൾ ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ കേട്ടോ. 2-3 മിനിറ്റ് ഇതിലൊന്ന് കിടക്കട്ടെ. ഇപ്പോൾ പരിപ്പ് കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചിടാം. 2 കറിയിലേക്കും കൂടെ ഞാൻ ഒരുമിച്ച് കടുക് താളിക്കുകയാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് പച്ചമുളക്, കറിവേപ്പില. നമുക്കിത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. 2 കറി ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. ഇതിൽ 2ലേക്ക് നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചടിയിലേക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 2 ഐറ്റംസും കൂടെ തയ്യാറാക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമുക്കിങ്ങനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്കധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഒരു ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 പീസ് കറിവേപ്പില, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. നമുക്ക് ഇനി ഒന്ന് ചതച്ചെടുക്കാം. എല്ലാതും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം. മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പുറത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നല്ല, ഷാലോ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയാണ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളങ്കിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് വേവ് കിട്ടും, അധികം വേവൊന്നുമില്ല. നന്നായിട്ട് ഇനി മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അല്പം വലുതാക്കി അരിഞ്ഞുകൊണ്ട് ആവിമേൽ അങ്ങനെ വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക്
ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നല്ല എന്താ പറയുക, ഡീപ്പായിട്ട് ഇങ്ങനെ വടി പോലെ ഒന്നും ആക്കണ്ട, നല്ല ക്രിസ്പി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മെഴുക്ക് വരട്ടി എന്തായാലും നോക്കാം. കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഇത്തിരി നേരം കൂടെ ഇതിൽ കിടക്കട്ടെ. ഇത്തിരി കൂടെ വെള്ളമുണ്ട്, അതൊക്കെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. മെഴുക്ക് വരട്ടി എന്തായാലും നോക്കാം നമുക്ക്. തയ്യാറായിട്ടുണ്ട്. മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി വെന്തിട്ടുമുണ്ട്. ഇത് കഴിച്ചു നോക്കുമ്പോഴേ നമ്മൾ ഈ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി വെച്ച് എങ്ങനെ ഇരിക്കും, സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഫ്ലെയിമോട് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മുള്ളങ്കി കൊണ്ടുള്ള 4 ടൈപ്പ് കറികൾ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചടി, ഇത് പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി, പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി. അപ്പോൾ ഈ 4 കറികളും കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് നമുക്ക് ഉഷാറാക്കാം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ചോറ് വിളമ്പി ഇനി നമുക്കിതിലേക്ക് ഉപ്പേരി ഇടാം. ഫ്രൈ വെച്ചിട്ടുണ്ട്, പച്ചടി, പിന്നെ നമ്മുടെ ഒഴിച്ചുകറി. നമുക്ക് ഒഴിച്ചുകറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിനുള്ള ചോറും കറികളും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നമുക്ക് കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.